വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. 5ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ ഡോട്ട് എന്ന സ്റ്റോറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ മറ്റു ഇംഗ്ലീഷ് ലെസൺസ് പഠിക്കാൻ നേരെ പ്ലേലിസ്റ്റ് സെക്ഷൻ പോയാൽ മതി. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് പഠിക്കാൻ പ്ലേലിസ്റ്റ് പോയാൽ മതി. അവിടെ എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ദ ഡോട്ട് എന്ന ഈ ഒരു സ്റ്റോറിയിലേക്ക് കടക്കാം. ദ ഡോട്ട് എന്നുള്ളത് വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. എല്ലാ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും വായിച്ചിരിക്കേണ്ട ഒരു സ്റ്റോറിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സോ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുത്ത് എന്നാണ് അർത്ഥം കേട്ടോ. ഇപ്പോൾ പേന കൊണ്ടും മറ്റും മാർക്കർ കൊണ്ടൊക്കെ ഒരു കുത്ത് കൊടുക്കില്ലേ നമ്മൾ പേപ്പറിൽ, അതാണ് ഇതിൻ്റെ അർത്ഥം ഡോട്ട്. നമുക്ക് നോക്കാം. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ഹു ബിലീവ്ഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. എന്താ പറഞ്ഞത്? ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ, ഒരു ചെറിയ പെൺകുട്ടിയുടെ കഥയാണിത്. ഹു ബിലീവ്ഡ്, അവൾ വിശ്വസിച്ചു, that she could not draw pictures, അവൾക്ക് പിക്ചേഴ്സ് വരയ്ക്കാൻ കഴിയില്ല എന്നാണ് അവൾ വിശ്വസിച്ചത്. എന്നിട്ട് അവൾ സാരം എന്താ അവൾ ചെയ്ത് നമുക്ക് നോക്കാം. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? അവൾക്ക് ചിത്രം വരയ്ക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പാർട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് പാർട്ടിലേക്ക് നോക്കൂ. ദി ആർട്ട് ക്ലാസ് വാസ് ഓവർ. ആർട്ട് ക്ലാസ്, പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങിനൊക്കെ ഉള്ള ക്ലാസ് കഴിഞ്ഞു. ബട്ട് വാഷ്തി, ഇവളാണ് സെൻട്രൽ ക്യാരക്ടർ കേട്ടോ. ഈ കഥയിലെ പ്രധാന കഥാപാത്രം ഇവളാണ്. വാഷ്തി പെൺകുട്ടിയാണ്. സോ വാഷ്തി സാറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. ഗ്ലൂ എന്ന് പറഞ്ഞാൽ പശ എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ പശയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ സാറ്റ് ഗ്ലൂഡ് ടു ദ ചെയർ എന്ന് പറഞ്ഞാൽ സീറ്റിൽ തന്നെ ഇരുന്നു, അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ടും വാഷ്തി എന്ത് ചെയ്തിട്ടില്ല, അവിടുന്ന് എഴുന്നേറ്റ് പോയില്ല. വാഷ്തി സാറ്റ് ഇരുന്നു. ഗ്ലൂഡ് ടു ഹെർ ചെയറിൽ തന്നെ ഇരുന്നു. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. അപ്പോൾ വരക്കാൻ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിന് കൊടുത്ത പേപ്പർ ഒന്നും അവൾ വരച്ചില്ല, അത് ബ്ലാങ്ക് ആയിരുന്നു, അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി സെക്കൻഡ് പാർട്ട് നോക്കൂ. വാഷ്തിസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. ആ ബ്ലാങ്ക് പേപ്പർ, വാഷ്തി ഒന്നും എഴുതാതെ പെയിൻറ് ചെയ്യാതെ വെച്ച ആ ബ്ലാങ്ക് പേപ്പറിൽ വാഷ്തിയുടെ ആർട്ട് ടീച്ചർ, ഈ പീരീഡ് ഡീൽ ചെയ്യുന്ന ആർട്ട് ടീച്ചർ എന്ത് ചെയ്തു, ഇങ്ങനെ കുനിഞ്ഞു നിന്നു. കുനിയല്ല, ഇങ്ങനെ ഏന്തിച്ച് നിന്നു. കണ്ടോ, ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ഏന്തിച്ച് നിൽക്കുക, അതാണ് ലീൻഡ് ഓവർ. എന്നിട്ട് തമാശക്ക് പറയാണ്, പോളാർ ബെയർ എന്താണ്, ആ പിക്ചർ കാണുന്നുണ്ട്, ഇതാണ് പോളാർ ബെയർ അല്ലേ. ഈ വെള്ള വലിയ കരടിയാണ് കേട്ടോ, മഞ്ഞിൽ കാണുന്ന ഈ കരടിയാണ് പോളാർ ബെയർ. ഇൻ എ സ്നോ സ്റ്റോം അല്ലേ, സ്നോ സ്റ്റോമിലെ ഒരു പോളാർ ബെയർ. പോളാർ ബെയർസ് വലുതാണെങ്കിലും സ്നോ സ്റ്റോം, കനത്ത മഞ്ഞ് വീഴ്ചയിൽ അവയെ കൃത്യമായിട്ട് കാണുകയില്ല. കാരണം പോളാർ ബെയർസ് വൈറ്റാണ്, മഞ്ഞും വൈറ്റാണ്, അപ്പോൾ കാണില്ല. അപ്പോൾ ഈ പിക്ചറിൽ നോക്ക്, ഇപ്പോൾ പോളാർ ബെയറിനെ കണ്ടോ, കനത്ത മഞ്ഞ് വീഴ്ച ആകുമ്പോൾ ഇതിനെ വെറുതെ ഡോട്ട് മാത്രമല്ലേ കാണുന്നുള്ളൂ. സോ ഇങ്ങനെ വരച്ച പോലെയുണ്ട് നിൻ്റെ ചിത്രം എന്നാണ് ഇവിടെ ടീച്ചർ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. വെരി ഫണ്ണി, ഐ ജസ്റ്റ് കാൻ ഡ്രോ സെഡ് വാഷ്തി. അപ്പോൾ അത് വാഷ്തിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല പറഞ്ഞത്. വെരി ഫണ്ണി, തമാശ രീതിയിൽ പറയാണ്. വെരി ഫണ്ണി, ഓ തമാശ അല്ലേ. ഐ ജസ്റ്റ് കാൻ ഡ്രോ, എനിക്ക് വരയ്ക്കാൻ കഴിയില്ല. അപ്പോൾ മൂന്നാമത്തെ പാർട്ട് നോക്കാം. ഹെർ ടീച്ചർ സ്മൈൽഡ്. ടീച്ചർ പുഞ്ചിരിച്ചു. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. ഒന്ന് തുടങ്ങി ഒരു മാർക്ക്, അതിലൊരു അടയാളം വെക്കുന്ന വെച്ചാൽ അതിൽ മാർക്ക് ചെയ്യുക, ഒന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുക, ജസ്റ്റ് ബിഗിൻ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നിനക്ക് എവിടെ എത്താൻ കഴിയുമെന്നുള്ളത്. തുടങ്ങാതെ നമുക്ക് എന്തും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇവൾ ഇതുവരെ വരച്ച് തുടങ്ങിയിട്ടില്ല, എനിക്ക് കഴിയില്ല എന്നൊരു ചിന്തയാണ് ഇവൾക്കുള്ളത്. കോൺഫിഡൻസ് ഇല്ല, ഡിഫിഡൻസ് ആണ്. സോ നാലാമത്തെ പാർട്ട് നോക്കുക. വാഷ്തി ഗ്രാബ്ഡ് എ മാർക്കർ പേന, അതിൻ്റെ വരക്കാനുള്ള ഒരു പേന എടുത്തു. ഗ്രാബ് ചെയ്തു എന്ന് പറഞ്ഞാൽ എടുത്തു. ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ് എന്ന് മീൻസ് ഇവിടെ കുത്ത്, പേനോട്ടൊരു കുത്തിടുന്നതിനാണ് ജാബ് ഇവിടെ അർത്ഥമാക്കിയിട്ടുള്ളത്. സോ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുത്തങ്ങ് കൊടുത്തു പേപ്പറിൽ. ഒരു വെറുതെ കൊടുത്തു. ഇതാണ് എൻ്റെ പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ കൊടുത്തു. അപ്പോൾ ടീച്ചർ നോക്കിയിട്ട് എന്താ പറഞ്ഞത്? ഹെർ ടീച്ചർ പിക്ഡ് അപ്പ് ദ പേപ്പർ. ആ പേപ്പർ അങ്ങ് എടുത്തു. ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി. ശ്രദ്ധയോടെ അത് നോക്കി അവളെടുത്ത കുത്ത്. എന്നിട്ട് ഒന്ന് മൂടി. ഷി പുഷ്ഡ് ദ പേപ്പർ ടുവേർഡ്സ് വാഷ്തി. വാഷ്തിക്ക് നേരെ ആ പേപ്പർ അങ്ങ് നീട്ടി. ആൻഡ് ക്വയറ്റ്ലി സെഡ്, ശാന്തമായി പറഞ്ഞു. നൗ സൈൻ ഇറ്റ്. നിൻ്റെ പേരെവിടെ എഴുതുന്നാണ് പറഞ്ഞത്. നിൻ്റെ പേരെവിടെ എഴുത്. വാഷ്തി തോട്ട് ഫോർ എ മൊമെൻറ്റ്. ഇനി അടുത്ത പാർട്ട് കേട്ടോ, പാർട്ട് 6. വാഷ്തി ഒരു സെക്കൻഡ് ചിന്തിച്ചു. വാഷ്തി തോട്ട് ഫോർ എ മൊമെൻറ്റ്, ഒന്ന് ചിന്തിച്ചു. വെൽ മേ ബി ഐ കാൺട്ട് ഡ്രോ. ഒരു പക്ഷേ എനിക്ക് വരക്കാൻ കഴിയില്ല. ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. എനിക്ക് എൻ്റെ പേര് എഴുതാൻ കഴിയും എന്ന് വാഷ്തി ചിന്തിച്ചു. ഇനി ഏഴാമത്തെ പാർട്ട്. ദ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച.
വാഷ്തി വാക്ക്ഡ് ഇൻ ടു ദ ആർട്ട് ക്ലാസ്. അപ്പോൾ ആഴ്ചയിൽ പക്ഷേ ഒരു ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അടുത്ത ആഴ്ച എന്താണ്, വാഷ്തി ആർട്ട് ക്ലാസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ എന്താ അവൾ കണ്ട കാഴ്ച? ഷീ വാസ് സർപ്രൈസ്ഡ് ടു സീ വാട്ട് വാസ് ഹാങ്ങിങ് എബവ് ഹെർ ടീച്ചേഴ്സ് ഡെസ്ക്. ടീച്ചറിൻ്റെ ഡെസ്കിന് മുകളിൽ എന്താണ് ഹാങ് ചെയ്യുക, തൂങ്ങിക്കിടക്കുന്നുണ്ട് ഒരു കാഴ്ച. അത്ഭുതപ്പെട്ടു. എന്താണ് കാണുന്നത്? കണ്ടോ, ടീച്ചറിൻ്റെ ഡെസ്കിന് മുകളിൽ അവളാ കൊടുത്ത ഡോട്ട്, ആ ഒരു കുത്തുണ്ടല്ലോ, അത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് ടീച്ചർ. ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ ഹെർ ഡോട്ട്. എന്തായിരുന്നത്? ആ ലിറ്റിൽ ഡോട്ട്, ആ ചെറിയ കുത്ത്. ഷീ ഹാഡ് ഡ്രോൺ, അവൾ വരച്ചത്. ഡ്രോൺ ഇവിടെ അർത്ഥം വരച്ചിട്ടുള്ളത്. അപ്പോൾ അവൾ നേരത്തെ വരച്ചല്ലോ, ഒരു കുത്ത്, ഒരു ജാബ് കൊടുത്തല്ലോ, അത് ടീച്ചർ വളരെ കാര്യത്തിൽ എന്ത് ചെയ്തു? ഫ്രെയിം ചെയ്ത് വെച്ചു. എന്തിനങ്ങനെ വെച്ച് നമുക്ക് കുറച്ച് ഞാൻ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒരു കുത്തെന്ന് പറഞ്ഞാൽ ഒട്ടും അതിൽ അത്ര അതിശയോക്തി ഇല്ല, അത്ര ഭംഗിയോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ഒന്നും അതിനില്ല. പക്ഷേ ടീച്ചർ അത് ഫ്രെയിം ചെയ്ത് അടിപൊളിയായിട്ട് തൻ്റെ ഡെസ്കിന് മുകളിൽ വെച്ചു, ഇവളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് ഇവളെ ഒന്ന് പൊക്കിയെടുക്കുമ്പോൾ ഇവൾ എന്താണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. സോ ഹെർ ഡോട്ട്, അവളുടെ ആ ഒരു ഡോട്ട്, കുത്ത്, ഓൾ ഫ്രെയിംഡ് ഇൻ സ്വേർലി ഗോൾഡ്. സ്വേർലി ഗോൾഡിൽ, അതായത് ഇങ്ങനെ ഇപ്പോൾ കാണുന്ന പിക്ചർ ഉണ്ടോ, ഒരു ബോർഡർ ഇങ്ങനെ ഗോൾഡൻ കളറിൽ, ഈ ഒരു പിന്നെ സ്വേർലി ഗോൾഡിലാണ് ആ ഡോട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചത്. ഇനി നെക്സ്റ്റ് പാർട്ട് നോക്കുക, 8. അവൾ പറയാം, ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. ഓ, ഇതിപ്പോൾ സിമ്പിളായിട്ട് കൊടുത്തൊരു ജാബ്, ഒരു കുത്താണ്. അപ്പോൾ ഇതിനേക്കാളെ ബെറ്ററായ ഒരു ഡോട്ട് എനിക്ക് വരക്കാൻ കഴിയും. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. ഷീ ഓപ്പൺഡ് ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. അപ്പോൾ വാട്ടർ കളർ ഉണ്ട് അവൾക്ക്, വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുമല്ലോ, വാട്ടർ കളർ. അപ്പോൾ അത് എന്ത് ചെയ്തു? അവൾ ഓപ്പൺ ചെയ്തു. ആൻഡ് സെറ്റ് ടു വർക്ക്, അവൾ എന്ത് ചെയ്തു? വർക്ക് തുടങ്ങുകയാണ് കേട്ടോ. ഇനി 9. അപ്പോൾ എന്താണ് ഇവൾക്ക് ഇവളുടെ ടീച്ചർ കൊടുത്ത ആ ഒരു ബൂസ്റ്റിങ്, ആ ഒരു എൻകറേജ്മെൻറ്റ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവളിനി വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം ഒരു ഡോട്ട് പോലും ഇത്ര സംഭവമായിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും മനോഹരമായിട്ട് എനിക്ക് ഡോട്ട് വരക്കാൻ കഴിയുമെന്ന് അവൾ തീരുമാനിച്ചു കേട്ടോ. അവൾ ചിന്തിച്ചു. എന്നിട്ട് എന്താണ് തീരുമാനിച്ചത് നോക്കാം. വാഷ്തി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. അവൾ ഇങ്ങനെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തു. എ റെഡ് ഡോട്ട്, എ പേർപ്പിൾ ഡോട്ട്, റെഡ് കളറുള്ള, ചുവന്ന കളറുള്ള ഡോട്ട്, പേർപ്പിൾ കളറുള്ള ഡോട്ട്, പർപ്പിൾ ഇതാണ് കളർ കേട്ടോ, പർപ്പിൾ കളർ ഇതാണ്. ഇനി യെല്ലോ ഡോട്ട്, യെല്ലോ കളറുള്ളത്, മഞ്ഞ, ബ്ലൂ നീല കളറുള്ള ഡോട്ട്, ദ ബ്ലൂ മിക്സ്ഡ് വിത്ത് യെല്ലോ, ബ്ലൂവും യെല്ലോ കൂടി മിക്സ് ചെയ്ത ഡോട്ട്. അങ്ങനെ പല തരത്തിലുള്ള ഡോട്ട്സ് അവൾ വരച്ചു. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. അവൾക്ക് എന്താണ് പച്ച ഡോട്ട് വരക്കാൻ കഴിയും. വാഷ്തി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. അപ്പോൾ അതിങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യാണ്, പുതിയ ഡോട്ട്സ് കളറൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. യെല്ലോ, ഗ്രീൻ, ബ്ലൂ, അതുപോലെ തന്നെ പേർപ്പിൾ, ഇനി മിക്സ് ചെയ്ത് കൊണ്ടും അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഡോട്ട്സ് അവളിങ്ങനെ വരച്ച് എക്സ്പെരിമെൻ്റ് ചെയ്തു. ഇനി 10ാമത്തെ പാട്ട് നോക്കുക. അവൾ പറയാണ്, ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ്, ചെറിയ ഡോട്ട്സ് എനിക്ക് വരയ്ക്കാൻ കഴിയുമെങ്കിൽ ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു, വലിയ ഡോട്ട്സ്, വലിയ പുള്ളികളും എനിക്ക് വരയ്ക്കാൻ കഴിയും. വാഷ്തി സ്പ്ലാഷ്ഡ് ഹെർ കളേഴ്സ് വിത്ത് എ ബിഗർ ബ്രഷ് ഓൺ എ ബിഗർ പേപ്പർ ടു മേക്ക് ബിഗർ ഡോട്ട്സ്. എന്താ ചെയ്ത്? കളർ സ്പ്ലാഷ് ചെയ്ത് കൂടുതൽ വെള്ളം ആഡ് ചെയ്തിട്ട് ബിഗർ ബ്രഷിൽ, വലിയ ബ്രഷ് എടുത്തിട്ട് വലിയ പേപ്പറിൽ വലിയ ഡോട്ട്സ് വരക്കാൻ തുടങ്ങി. ആദ്യം ചെറിയ ഡോട്ട് വരച്ച് ഇവളെന്താണ് വലിയ പേപ്പറിൽ വലിയ ബ്രഷ് എടുത്തിട്ട് കൂടുതൽ വെള്ളം ആഡ് ചെയ്തിട്ട് വലിയ കളറുകൾ വരക്കാൻ തുടങ്ങി, വളരെ വലിയ ഡോട്ടുകൾ വരക്കാൻ തുടങ്ങി. വാഷ്തി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. ഈവൻ ഒരു ഡോട്ട് വരക്കാതെ ഒരു ഡോട്ട് വരച്ചു, അത് വ്യത്യസ്തമായ രീതിയിലുള്ള, അപ്പോൾ ഒരു ഡോട്ട് അല്ലാത്ത തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള പിന്നെ ഡോട്ടുകൾ, അതല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ എന്താണ് ഒരു സിമ്പിളായിട്ട് ഡോട്ടല്ല, അതിനപ്പുറത്തേക്കുള്ള പല ഒരു ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങി. ഈ 11ാമത്തെ ഭാഗം നോക്കുക. അറ്റ് ദ സ്കൂൾ ആർട്ട് ഷോ എ ഫ്യൂ വീക്സ് ലേറ്റർ. കുറച്ച് വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ച, കുറച്ച് ആഴ്ചകൾക്ക് ശേഷം സ്കൂളിലെ ആർട്ട് ഷോയിൽ വാഷ്തീസ് ഡോട്ട്സ് മെയ്ഡ് ക്വൈറ്റ് എ സ്പ്ലാഷ്. മെയ്ഡ് എ സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ കിട്ടി, ശ്രദ്ധ കിട്ടി, അതായത് കുറച്ച് സംഗതി അടിപൊളിയായി, അപ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം സ്കൂൾ ആർട്ട് ഷോ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഉണ്ടായി. അപ്പോൾ വാഷ്തിയുടെ ഡോട്ട്സ് ഭയങ്കര ശ്രദ്ധ പിടിച്ചു പറ്റി. ഇനി 12ാമത്തെ ഭാഗം നോക്കുക. വാഷ്തി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹെർ. അപ്പോൾ വാഷ്തി നോട്ടീസ് ചെയ്തു, ശ്രദ്ധിച്ചു. എ ലിറ്റിൽ ബോയ്, ഒരു ചെറിയ ആൺകുട്ടി, ഗേസിങ് അപ്പ് അറ്റ് ഹെർ. ഗേസിങ് മീൻസ് ലുക്കിംഗ് അറ്റ് ഹെർ, അവൾ നോക്കുന്നുണ്ട്. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ആ ഡോട്ട്സ് കണ്ട് അത്ഭുതപ്പെട്ട് ആൺകുട്ടി ഇവരോട് പറയാം, വാഷ്തിയോട്, യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, നീ ഒരു അടിപൊളി ആർട്ടിസ്റ്റാണ് കേട്ടോ. ഐ വിഷ് ഐ കുഡ് ഡ്രോ. എനിക്ക് വരക്കാൻ കഴിയില്ല. ആ ബോയ് പറയാം, എനിക്കും നിന്നെപ്പോലെ വരക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൻ പറഞ്ഞു. ഹി സെഡ് ഐ ബെറ്റ് യു ക്യാൻ സെഡ് വാഷ്തി. അപ്പോൾ വാഷ്തി പറയാണ്, ഞാൻ ഉറപ്പിച്ച് പറയാം നിന്നെക്കൊണ്ട് കഴിയും, കാരണം വാഷ്തി ഇങ്ങനെ തന്നെയാണല്ലോ ചിന്തിച്ചിരുന്നത് മുൻപ്, വരക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോൾ ഈ ബോയെ എൻകറേജ് ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്താണ്,
എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ അതായത് നിനക്കും വരക്കാൻ കഴിയുമെന്ന് ഇവൾ വഷ്തി പറഞ്ഞു. ഐ ബെറ്റ് യു ക്യാൻ സെഡ് വഷ്തി. മീ, അവൻ പറയാം, മീ, ഞാനോ? നോ, നോട്ട് ഐ, എനിക്കറിയില്ല. ഐ കാൺട്ട് ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. ഒരു സ്കെയിൽ വെച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ പോലും എനിക്ക് കഴിയില്ല എന്ന് ഈ ബോയ് പറയുന്നു. അതിൽ 13ാമത്തെ ഭാഗം നോക്കുക. വഷ്തി സ്മൈൽഡ്. അത് കേട്ടപ്പം വഷ്തി പുഞ്ചിരിച്ചു. ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ, ഒരു ഒഴിഞ്ഞ പേപ്പർ ഇവളെന്ത് ചെയ്തു, ഇവന് കൊടുത്തു, ബോയ്ക്ക് കൊടുത്തു. എന്നിട്ട് പറയാം, ഷോ മീ, ഒന്ന് വരച്ച് നോക്ക്. ദ ബോയ്സ് പെൻസിൽ ഷുക്ക് ആസ് ഹി ഡ്രൂ ഹിസ് ലൈൻ. അപ്പോൾ ബോയ് വരക്കാൻ നോക്കി, പക്ഷേ അവൻ്റെ കൈകളിങ്ങനെ വിറച്ചു. ഷുക്ക് എന്ന് പറഞ്ഞാൽ വിറച്ചു. ഇനി ലാസ്റ്റ് പാട്ട് 14 നോക്കൂ. വഷ്തി സ്റ്റേഡ് അറ്റ് ദ ബോയ്സ് സ്ക്വിഗൽ ആൻഡ് ദെൻ ഷീ സെഡ് സൈൻ ഇറ്റ്. അപ്പോൾ വഷ്തി എന്ത് ചെയ്തു? വഷ്തി സ്റ്റേഡ് അറ്റ് ദ ബോയ്സ് സ്ക്വിഗൽ. സ്ക്വിഗൽ എന്ന് പറഞ്ഞാൽ വളഞ്ഞ വര, ചെറിയ വര, പക്ഷെ അത് വളഞ്ഞ് ഇറഗുലറായിട്ട് നിൽക്കുന്നു. അപ്പം ആ ബോയ്ക്ക് എന്താണ്, നേരെ സ്ട്രേറ്റ് ലൈൻ പോലും വരക്കാൻ കഴിഞ്ഞില്ല, അവനിങ്ങനെ വളച്ചാണ് വരച്ചത്. അപ്പോൾ അതിലേക്ക് വഷ്തി നോക്കി. സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ നോക്കി. ആൻഡ് ദെൻ ഷീ സെഡ്, എന്നിട്ട് അവൾ പറഞ്ഞു, സൈൻ ഇറ്റ്, നിന്റെ പേരെഴുത്. പിന്നെ എന്തായിരിക്കും വഷ്തി ചെയ്യാൻ പോകുന്നത്? വഷ്തിയുടെ ടീച്ചർ പറഞ്ഞപ്പോൾ ചെയ്തല്ലോ, അതുപോലെ തന്നെ അതൊന്ന് പോസ്റ്റർ അതെന്താണ് ഒന്ന് ഷോ ചെയ്യുക, ഏതെങ്കിലും വാളിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കും അല്ലേ? നേരത്തെ ടീച്ചർ ചെയ്ത പോലെ തന്നെ അത് ബോർഡറൊക്കെ വരച്ച് സ്റ്റിക്ക് ചെയ്യും. സ്വാഭാവികമായിട്ടും ആ ബോയ്ക്ക് എന്തുണ്ടാവും, ഒരു അഭിമാനം ഉണ്ടാവും, അവൻ കൂടുതൽ നന്നായിട്ട് വരക്കും, നല്ലൊരു വരക്കാരനാവും. സോ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. എൻകറേജ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും ആർട്ടിസ്റ്റിക് സ്കിൽ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു കഥ കൊടുക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.